പല ദിവസങ്ങളിലും പത്രത്തിലെ പ്രധാന വാർത്തയായി വരുന്ന ചില കറുത്ത വാക്യങ്ങളുണ്ട്. വിഷമദ്യം കഴിച്ച് 15 പേർ മരിച്ചു, അല്ലെങ്കിൽ 20 പേർ മരിച്ചു, പലർക്കും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നിങ്ങനെ. മയക്കുമരുന്നുകൾക്ക് അടിമകളായി യുവജനങ്ങൾ ഭ്രാന്താശുപത്രിയിലേക്ക് എന്ന പത്രവാർത്തയും നാം കൗതുകത്തോടെ കാണുന്നു. ഈ പ്രവണതയ്ക്ക് ഇരയായവരുടെ ബന്ധുക്കളിൽ മാത്രം വേദന സംജാതമാക്കുന്ന ഒന്നായി പത്രവാർത്ത അധപതിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവർ വളരെ ലാഘവത്തോടെ ഈ മരണം വായിച്ചു തള്ളുന്നു. മയക്കുമരുന്നുകൾ യുവത്വത്തെയാണ് നശിപ്പിക്കുന്നതെങ്കിൽ മദ്യം ഏതു പ്രായക്കാരനെയും പിടികൂടുന്നു. ഗവൺമെന്റ് തന്നെ മദ്യം വിറ്റു തുടങ്ങിയതോടെ ഒരു പ്രൊഫഷണൽ കച്ചവടച്ചരക്കായി മദ്യവും മാറി. ഈ പരിതസ്ഥിതിയിൽ നിന്നാണ് മദ്യത്തിന്റെ ഭീകരതയും മയക്കുമരുന്നുകളുടെ കാർക്കശ്യതയും നാം നോക്കിക്കാണുന്നത്. മദ്യദുരന്തങ്ങൾ കേരളത്തിൽ ഒരു തുടർക്കഥയാണ്. ഒരു വർഷം ഒരു വട്ടമെങ്കിലും മദ്യം കഴിച്ചു മരിച്ചവരുടെ എണ്ണം പറയാതെ നമ്മുടെ മാധ്യമങ്ങൾക്ക് കടന്നു പോകാനാവില്ല. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണന്റെ നാട്ടിലാണ് ഏറ്റവും വലിയ വിഷമദ്യ ദുരന്തങ്ങൾ അരങ്ങേറുന്നതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ആദ്യം ഒരു രസത്തിനു വേണ്ടിയാണ് ഇതൊക്കെ തുടങ്ങുന്നത്. മദ്യം നമ്മുടെ ദർശനങ്ങൾക്ക് ജാഠ്യവും ചിന്തകൾക്ക് മൗഢ്യവും നൽകുന്നു. പെരുമാറ്റ വൈകല്യങ്ങൾക്കും ആത്മനാശത്തിനും അത് കാരണമാകുന്നു. മദ്യവും മയക്കുമരുന്നും പിശാചിന്റെ ക്രൗര്യത്തോടെ നമ്മെ അടിമകളാക്കുന്നു. സുപ്രസിദ്ധ കവയത്രി സുഗതകുമാരിയുടെ വാക്കുകളാണിവ. ഒരു പിശാചിന്റെ ക്രൗര്യത്തോടെ മദ്യവും മയക്കുമരുന്നും നമ്മെ അടിമകളാക്കുന്നു എന്ന് പറഞ്ഞ വാക്യം ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. പിശാച് മനുഷ്യന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നു. വിശ്വാസങ്ങളിൽ നിന്നകലുന്ന സത്യത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്നു. തിന്മയെ ശീലിപ്പിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യന്റെ സർവതോമുഖമായ കഴിവിനെ ഇല്ലാതാക്കുകയാണ് പിശാച് ചെയ്യുന്നത്. ഇതുതന്നെയാണ് ലഹരി പദാർത്ഥങ്ങളും നമ്മിൽ വരുത്തിവെക്കുന്നത്. ആദ്യം ഒരു ഗ്ലാസ് മദ്യം കഴിക്കുന്നു, അത് പല ഗ്ലാസുകളിലേക്ക് നീളുന്നു. ഒരു ഗ്ലാസ് മദ്യവും കയ്യിൽ പുകയുന്ന സിഗരറ്റുമായി ഇരിക്കുന്ന യുവാവ് നമ്മുടെ നഗരങ്ങളിലെ ദൃശ്യമായിട്ട് ഏറെ നാളായി. സ്ത്രീകളും മദ്യത്തിലേക്കും മയക്കുമരുന്നുകളിലേക്കും പദമുന്നിയതോടെ സമൂഹത്തിന്റെ ചിത്രം കരിപുരണ്ടതായി. ഒരു പഴമൊഴി ഇതാണ്, ആംഗലേയ പഴമൊഴി. ഓരോ മദ്യപാനിയും എഴുതി സൂക്ഷിക്കേണ്ടവ. ആദ്യം ഒരു ഗ്ലാസ് മദ്യം കഴിക്കുന്നു, ഒരു ഗ്ലാസ് പല ഗ്ലാസ് മദ്യം കഴിപ്പിക്കുന്നു, ഒടുവിൽ ഗ്ലാസുകളെല്ലാം കൂടി മദ്യപാനിയെ കഴിക്കുന്നു. മെല്ലെ മെല്ലെ നമ്മെ കാർന്നു തിന്നുന്ന ലഹരിയാണ് മദ്യം. ആശ്വാസത്തിനു വേണ്ടി മദ്യക്കുപ്പിയുടെയും പുകവലി കവറിന്റെയും മുകളിൽ മദ്യം വിഷമാണ്, ആരോഗ്യത്തിന് ഹാനികരം എന്ന് അച്ചടിച്ചു വെച്ച് നമ്മൾ തൃപ്തരായി. പക്ഷെ വ്യാജമദ്യ ദുരന്തം നമ്മുടെ നാട്ടിൽ നിർബാധം അരങ്ങേറുന്നു. വിവേകം നഷ്ടപ്പെടുത്തുന്ന ലഹരി മരുന്നുകളെല്ലാം ആദ്യം തകർക്കുന്നത് കുടുംബം എന്ന മഹാസങ്കല്പത്തെയാണ്. ഈ സങ്കല്പം ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന രാജ്യമാണ് ഭാരതം. പകലന്തി വരെ അധ്വാനിച്ചു കിട്ടുന്ന പണം മദ്യത്തിന് നൽകി സ്വബോധം പകുതി പോയി വരുന്ന ഭർത്താവ് സംഭാവന ചെയ്യുന്ന ദുരിതങ്ങൾ എന്തുമാത്രം അസ്വാസ്ഥ്യജനകമാണ്. അത്തരം ഒരു കുടുംബനാഥൻ പിതാവാകുമ്പോൾ മക്കൾക്ക് നൽകുന്ന ചിത്രം എന്തുമാത്രം ഭീതിജനകമാണ്. ഇത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കും, ജീവിതത്തെ ബാധിക്കും. വീട്ടിലുണ്ടാവുന്ന അസ്വസ്ഥതകൾ കുഞ്ഞുങ്ങളിൽ ഭയം വളർത്തും, ക്രൗര്യം ഉണർത്തും, അസ്വസ്ഥത പൂർണ്ണമാകും. വീട്ടമ്മയും കൂടി മദ്യപാനിയോ മയക്കുമരുന്നിന്റെ അടിമയോ ആയാലുള്ള അവസ്ഥ ചിന്തിക്കാവുന്നതേയുള്ളൂ. മദ്യവും മയക്കുമരുന്നുകളും താൽക്കാലികമായ ഒരു സുഖം തരുന്നു. അത് സുഖമല്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. നേരെ മറിച്ച് ശരീരത്തിലെ ഉന്മേഷത്തിനേൽക്കുന്ന മന്ദതയാണെന്നാണ്. മദ്യം കരളിനെയാണ് ബാധിക്കുന്നത്. കരൾ വീക്കം എന്ന രോഗം വരുന്നു. കരളിന് ശക്തി കുറയുന്നതിനാൽ അടർന്നു പോകുവാൻ പോലും സാധ്യതയുണ്ട്. ഓർമ്മശക്തിയും കുറയുന്നു. രക്തത്തിൽ പ്രാണവായുവിന്റെ അളവിനെ മദ്യവും മയക്കുമരുന്നുകളും നന്നായി കുറയ്ക്കും. തന്മൂലം നാഡികളുടെ പ്രവർത്തനം മന്ദഗതിയിലാവും. തൊണ്ട വരളുക, തല കറങ്ങുക, കൈകൾ വിറയ്ക്കുക തുടങ്ങിയ അസ്വസ്ഥതകൾ ശക്തമാകും. സ്ത്രീകളുടെ മദ്യപാനം മറ്റൊരു കുഴപ്പത്തിലേക്ക് കൂടി വഴിവെക്കും. പ്രധാനമായും ഗർഭസ്ഥ ശിശുവിനെ അത് ബാധിക്കും. ആ ശിശുവിന് ബുദ്ധിമാന്ദ്യം എന്ന രോഗം വരും. കഠിന രോഗങ്ങൾ സൃഷ്ടിക്കാൻ മയക്കുമരുന്നുകൾക്ക് കഴിവുണ്ട്. അതിൽ ഒന്നാമൻ ക്യാൻസർ ആണ്. ഇത്രയും ഭീകരനായ മദ്യത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നതിന് പകരം മനുഷ്യൻ നാൾക്കുനാൾ ഇതിൽ ആസക്തനാവുന്നത് എന്തുകൊണ്ട്? മദ്യം ശീലമാക്കുന്ന ദുശീലമാണ് ഒരു കാരണം.
മദ്യം മനുഷ്യനെ അടിമയാക്കുകയാണ്. അതില്ലാതെ പുലരാനാവില്ലെന്ന ധാരണ അവനിൽ ഉറപ്പിച്ചെടുക്കാൻ ഈ ഭീകരന് കഴിയുന്നു. പിന്നെ മദ്യാസക്തനായി അവൻ ജീവിക്കുന്നു. കഞ്ചാവിന്റെയും ചരസിന്റെയും കാര്യവും ഇതുതന്നെ. സിനിമകളിലും മറ്റും മദ്യം കഴിച്ച് കഥാപാത്രങ്ങൾ കാണിക്കുന്ന കൂത്താട്ടങ്ങൾ യുവജനതയെ ആകർഷിക്കുന്നു. മദ്യം കഴിക്കുന്ന സീനുകൾ മനഃപൂർവ്വം ഒഴിവാക്കിയാലും സിനിമ വിജയിക്കും. പക്ഷേ ആധുനിക സിനിമകളിൽ 90% ഇങ്ങനെയാണ്. മദ്യോത്സവത്തിലാണ് നാം കാണുന്നത്. ഒരു കണക്ക് നോക്കുക. 1960 ഭാരതത്തിലെ 300 പേരിൽ ഒരാളാണ് മദ്യം കഴിച്ചിരുന്നത്. 1980 25 ഒരാളായി, 2005 20 ഒരാളായി. ഇങ്ങനെ പോയാൽ 2050 ഭാരതത്തിലെ എല്ലാവരും മദ്യപാനികളായി മാറുമെന്നാണ് കണക്ക്. ഇന്ത്യയിലെ വിവാഹമോചനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിലും വില്ലൻ മദ്യമാണെന്ന് കാണുക. തൊഴിലില്ലായ്മയുടെ പേര് പറഞ്ഞ് മദ്യക്കച്ചവടം തുടരുന്ന സർക്കാർ ജനങ്ങളോട് വഞ്ചന കാണിക്കുന്നു. സർക്കാരിന്റെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം മദ്യത്തിൽ നിന്നാണെന്ന വാദവും ശരിയല്ല. ജനങ്ങളെ കൊന്നു നേടുന്ന കാശിന് ജനായത്ത ഭരണത്തിൽ എന്തു നേട്ടം എന്ന് ആലോചിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അവശതയനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് മുടക്കുന്ന തുക വെച്ച് നോക്കിയാൽ ലഭിക്കുന്ന വരുമാനം തുച്ഛമാണെന്ന് ബോധ്യപ്പെടും. മനസ്സും ശരീരവും ദുർബലമായ ജനത രാജ്യത്തിന് അനാവശ്യമാണെന്നും മനസ്സിലാക്കണം. സർക്കാർ ഈ വഴിക്ക് ചിന്തിച്ചാൽ മാത്രമേ ഇന്നത്തെ മദ്യനയത്തെ തിരുത്താനാവൂ. ജനനന്മയിൽ താൽപ്പര്യമുള്ള എല്ലാവരും മദ്യനയത്തെ എതിർക്കണം. മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ വരുമാനം ഒഴിവാക്കാൻ തീരുമാനമെടുക്കുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിക്കണം. മദ്യപാനവും മയക്കുമരുന്നുകളും സമൂഹവിരുദ്ധരെ സൃഷ്ടിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. കുട്ടികളെ ലഹരികളുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിവിടുന്നത് മനഃപൂർവ്വമല്ലെങ്കിലും മുതിർന്നവർ തന്നെയാണ്. മുതിർന്നവർ വലിച്ചെറിയുന്ന സിഗരറ്റ് തുണ്ടുകൾ വലിക്കുന്ന കുട്ടികൾ ക്രമേണ പുകവലിയിലേക്ക് നീങ്ങുകയാണ്. ഒടുവിൽ ലഹരിയിൽ നിന്ന് തിരിച്ചുവരാനാവാത്ത വിധം കുട്ടികൾ പുകവലിയിൽ ആമഗ്നരാവുന്നു. മയക്കുവസ്തുക്കൾ സംഭാവന ചെയ്യുന്ന പൈശാചികമായ വിഭ്രാന്തിയിലേക്ക് അവർ താണുപോകുന്നു. ഒരുതരം ഉന്മാദം ബാധിച്ച് ഭ്രാന്തരായി അലയുന്നു. ഏതു സാഹസത്തിനും മുതിരുന്ന അവർ ഒരു ലോകം സ്വയം സൃഷ്ടിക്കുന്നു. അവിടെ ശാന്തി, സൗമ്യത, നീതി ഒന്നുമില്ല. എല്ലാം അവർ സൃഷ്ടിച്ചെടുക്കുന്നത് മാത്രം. മദ്യവർജനമാണോ മദ്യനിരോധനമാണോ അഭികാമ്യം? മദ്യം നിയമം മൂലം സർക്കാർ നിരോധിച്ചാൽ വ്യാജമദ്യം ഉണ്ടാകുമെന്നത് സത്യമാണ്. മനുഷ്യന്റെ ജീവനെ ഏറെ തിന്നു തീർക്കുന്നതും വ്യാജമദ്യമാണ്. അതുകൊണ്ട് മദ്യവർജനമാണ് ഏറ്റവും നല്ലത്. 3 ശീലങ്ങൾ നാം വളർത്തണം. മദ്യം ഉൽപ്പാദിപ്പിക്കരുത്, കുടിക്കരുത്, വിൽക്കരുത്. ഈ ശീലങ്ങൾ ജനതയിൽ വളർന്നാൽ മദ്യവർജനവും മയക്കുമരുന്ന് വർജനവും നടപ്പിലാവും. മറിച്ചായാൽ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് മദ്യത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് കുടികയറും. സംശയമില്ല.